Okay, classification of overhead transmission lines. Second one, that is medium transmission line. In short transmission line, the capacitance effects is neglected. കാരണം എന്താ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ എടുത്താൽ നമ്മൾ പഠിച്ചായിരുന്നു അവിടുത്തെ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ലെങ്തും അവിടുത്തെ ലൈൻ വോൾട്ടേജ് ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ് അല്ലേ. അവിടുത്തെ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എബൌട്ട് 50 കിലോമീറ്റേഴ്സ് ആണ്. ആൻഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈസ് ലെസ് ദാൻ 20 കിലോ വോൾട്ട് ആണ്. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ കപ്പാസിറ്റൻസിന്റെ എഫക്ട്സ് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. So therefore capacitance effects is neglected in short transmission line. In medium transmission line, as the length and voltage increases, so capacitance cannot be neglected. Medium transmission line length comparatively length and voltage അവിടെ increase ചെയ്യും. Length എന്ന് പറയുമ്പോൾ 50 to 150 കിലോമീറ്റേഴ്സ് ആയിരുന്നു. ആൻഡ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ 20 കിലോ വോൾട്ട് ടു 100 കിലോ വോൾട്ട്. അപ്പോൾ അവിടെ എന്താ ലെങ്ത് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തു. സോ കപ്പാസിറ്റൻസിന്റെ എഫക്ട്സ് നമ്മളിവിടെ നെഗ്ലക്ട് ചെയ്തിട്ടുണ്ട്. Therefore more accuracy land capacitors must be taken into consideration. അതുകൊണ്ട് തന്നെ ലെങ്ത് വോൾട്ടേജും ഒക്കെ കമ്പാരിറ്റീവ്ലി കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളിവിടെ കപ്പാസിറ്റൻസിന്റെ എഫക്ട്സ് നമ്മൾ കൺസിഡർ ചെയ്യും. The capacitance is uniformly distributed over the entire length of the line. ഈ കപ്പാസിറ്റൻസ് എന്ന് പറയുമ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഹോൾ ലെങ്ത് ഓഫ് ദ ലൈനിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. Okay, in order to make calculation simple, the line capacitance is assumed to be lumped or concentrated in the form of capacitors shunted across the line at one or more points. നമുക്ക് കാൽക്കുലേഷൻ ഒക്കെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കപ്പാസിറ്റൻസ് ഏതെങ്കിലും ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഷണ്ടായിട്ടായിരിക്കും നമ്മൾ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താ കപ്പാസിറ്റൻസ് ലംപ്ഡ് ആയിട്ടായിരിക്കും കപ്പാസിറ്റൻസ് യൂസ് ചെയ്യുന്നത്. Then such a treatment of localizing the line capacitance gives reasonable accurate result. നമ്മൾ ഇങ്ങനെ കപ്പാസിറ്റൻസ് പാരലൽ ആയിട്ട് അല്ലെങ്കിൽ ഷണ്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം നമുക്കൊരു ആക്യുറേറ്റ് റിസൾട്ട് കിട്ടും ഈ ഒരു ട്രീറ്റ്മെന്റിൽ നിന്ന്. The most commonly used method known as localized capacitance method for the solution of medium transmission lines are ഏതൊക്കെയാണ്? 3 മെത്തേഡ്സ് ഉണ്ട്. The first one is N condenser method, the second is nominal T method, and the third is nominal pi method. Then ഇതിലെ നോമിനൽ ടി മെത്തേഡ്, നോമിനൽ ടി മെത്തേഡും നോമിനൽ പൈ മെത്തേഡും ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നോമിനൽ ടി മെത്തേഡ്. The whole line capacitance is assumed to be concentrated at the middle point of the line and half the line resistance and reactance are lumped on its either side as shown. ഈ നോമിനൽ ടി മെത്തേഡിൽ നമ്മളെ കപ്പാസിറ്റൻസ് മിഡ് പോയിന്റ് ഓഫ് ദ ലൈനിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ കപ്പാസിറ്റൻസ് എന്താ ഈ ലൈനിന്റെ മിഡ് പോയിന്റിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതിന്റെ രണ്ട് സൈഡിലും ഈ റെസിസ്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും ഹാഫ് ആയിട്ടായിരിക്കും, അതായത് R/2 XL/2 പകുതി ആയിട്ടായിരിക്കും റെസിസ്റ്റൻസും ഇൻഡക്ടൻസും നമ്മൾ ലംപ് ചെയ്ത് വെക്കുന്നത്. രണ്ട് സൈഡിലും നോക്കുമ്പോൾ ഇവിടെ R/2 ആണ്, ഇവിടെ R/2 ആണ്, ഇവിടെ XL/2 ആണ്, ഇവിടെ XL/2 ആണ്. അതാണ് ഹാഫ് ദ ലൈൻ റെസിസ്റ്റൻസ് ആൻഡ് റിയാക്ടൻസ് ആർ ലംപ്ഡ് ഓൺ ഇറ്റ്സ് ഐദർ സൈഡ് ആസ് ഷോൺ. In this arrangement, the full charging current flows over the line. അതായത് ഈ ഹാഫ് ദ ലൈനിൽ നമ്മൾ ഫുൾ ചാർജിങ് കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അതായത് ഇവിടെ ഫുൾ ചാർജിങ് കറണ്ട് ആയിരിക്കും ഇവിടെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടുത്തെ IR എന്താണ്, ആ കാര്യങ്ങളൊക്കെയാണ് ഇനി പറയുന്നത്. ലെറ്റ് IR ഈസ് ഇക്വൽ ടു ലോഡ് കറണ്ട് പെർ ഫേസ്. പെർ ഫേസിലെ ലോഡ് കറണ്ട് ആണ് എന്ത് IR. Then R is the resistance per phase and XL is the inductive reactance per phase and C is the capacitance per phase.
and cos phi r is equal to എന്താണ് receiving end perfect, that is lagging ആണ് ഇവിടെ. then vs is equal to എന്താ sending end voltage per phase. v1 എന്ന് പറയുമ്പോൾ voltage across capacitor c1. അതായത് ഈ c1 ന് across ആയിട്ടുള്ള voltage that is v1. okay, then ഇതിന്റെ phasor diagram ആണ്. then ഇനി അതിന്റെ phasor diagram. phasor diagramൽ vr is the reference phasor, that is നമ്മൾ OA എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു. then ഈ vr reference phasor ആണ് ഇവിടുത്തെ, that marked as OA, and load current IR lags VR by an angle phi r. ഓക്കെ, ഇവിടെ ഇൻഡക്ടറിന്റെ എഫക്റ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ലോഡ് കറണ്ട് IR VR-നെ phi r ഡിഗ്രി phi r ആംഗിൾ എന്ത് ചെയ്യുന്നു, ലാഗ് ചെയ്യുന്നു. ഓക്കെ, then നമ്മുടെ റെസിസ്റ്റീവ് വോൾട്ടേജ് ഡ്രോപ്പ് that is A to B നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന റെസിസ്റ്റീവ് വോൾട്ടേജ് ഡ്രോപ്പ് AB, that is IR into R by 2. ഇവിടെ V is equal to എന്താണ്, വീഡിയോ ഇക്വേഷൻ വോൾട്ടേജ് is equal to I into R. ഇവിടെ റെസിസ്റ്റർ നമ്മൾ R by 2 അല്ലേ മാർക്ക് ചെയ്തിരിക്കുന്നത്, സോ V is equal to IR into R by 2. ഈ IR R by 2 ഈ IR-ന് ഇൻ ഫേസ് ആണ്. സോ IR R by 2 ഇതിനെ IR-ന് പാരലൽ ആയിട്ടാണ് നമ്മൾ വരച്ചേക്കുന്നത്. ഓക്കെ, then ഈ B പോയിന്റിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ എന്ത് മാർക്ക് ചെയ്തു, IR XL by 2 മാർക്ക് ചെയ്തു. അതായത് റെസിസ്റ്റീവ് വോൾട്ടേജ് ഡ്രോപ്പിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ BC മാർക്ക് ചെയ്തു 90 ഡിഗ്രി. ഇതെന്താണ് IR XL by 2 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡക്ടറിന്റെ വോൾട്ടേജ് ഡ്രോപ്പ്, ദാറ്റ് ഈസ് IR XL by 2. ഇതിന്റെ റിസൾട്ടന്റ് ആണ് A to C മാർക്ക് ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് IR Z by 2. ഓക്കെ, ഇനി നമുക്ക് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ C കാണണം. ദെൻ IS എന്താണ്, IS എന്ന് പറയുമ്പം എന്താ, ഫേസർ സം ഓഫ് IC ആൻഡ് IR. നമ്മൾ ഇത്രയാണ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V1 വരയ്ക്കണം. ദെൻ ഫേസർ IS കാണണം, ദാറ്റ് ഈസ് കപ്പാസിറ്റർ സിക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ദാറ്റ് ഈസ് V1. സോ നമ്മൾ O to C നമ്മൾ V1 മാർക്ക് ചെയ്തു അല്ലേ. ദെൻ IS എന്ന് പറയുമ്പോൾ ഈസ് ദ ഫേസർ സം ഓഫ് IC ആൻഡ് IR. ഓക്കെ, ഇനി ഈ സെൻഡിങ് കറണ്ട് വെച്ചിട്ടുള്ള റെസിസ്റ്റീവ് വോൾട്ടേജ് ഡ്രോപ്പ് ദാറ്റ് ഈസ് IS R by 2. ദെൻ അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ എന്ത് വരയ്ക്കും, IS XL by 2, that is the voltage drop of ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ്. ഈ റെസിസ്റ്റീവ് ഡ്രോപ്പിന് എന്താ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ IS XL by 2, അതായത് 90 ഡിഗ്രി. ഇതിന് ഡി പോയിന്റിൽ നിന്ന് 90 ഡിഗ്രി, ദാറ്റ് ഈസ് IS XL by 2. ഇതിന്റെ റിസൾട്ടന്റ് ആണ് നമ്മൾ CE മാർക്ക് ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് IS Z by 2. ഇതിന്റെ റിസൾട്ടന്റ് ആണ് ദാറ്റ് ഈസ് VS, അതാണ് നമ്മൾ OE വരച്ചേക്കുന്നത്. ഓക്കെ, റിസീവിംഗ് എൻഡ് വോൾട്ടേജ് VR is equal to നമ്മൾ റെക്ടാങ്കുലർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെയാണ്, വെക്ടർ VR is equal to VR plus J0. then load current vector IR is equal to IR cos phi r minus J sin phi r, the vector IR. then voltage across capacitor C1, that is V1. നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫിഗറിൽ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് V1. എന്ന് പറയുമ്പോൾ ഈ V1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ വരും, ഈ VR പ്ലസ് IR Z by 2. Z by 2 എന്ന് പറയുമ്പോൾ ഈ റെസിസ്റ്ററും ഈ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കൂടെ ചേരുന്നത്, അതാണ് നമ്മൾ Z by 2 എന്ന് എഴുതിയിരിക്കുന്നത്, IR Z by 2. that is equal to VR plus IR into IR ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, that is IR വെക്ടർ IR-ന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, IR into cos phi r minus J sin phi r.
Z/2 എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേരുന്നതാണ്? നമ്മുടെ റെസിസ്റ്ററിനും ഇൻഡക്റ്റീവ് റിയാക്ടൻസും അല്ലെ. ദാറ്റ് ഈസ് R/2 പ്ലസ് JXL/2. ഇനി നമുക്ക് എന്താ കപ്പാസിറ്റീവ് കറന്റ് ദാറ്റ് ഈസ് വെക്ടർ IC j⍵CB1. ഒമേഗ ഈസ് ഈക്വൽ ടു 2πf ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? J2πf C വെക്ടർ V1. Then sending end current that is IS. IS എന്ന് പറഞ്ഞാൽ എന്തിന്റെയൊക്കെ സമാണ്? IC-യുടെയും IR-ന്റെയും. That is vector IS is equal to IR plus IC. Then sending end current that is vector VS is equal to എന്തൊക്കെ വരും? VS is equal to V1 plus ഈ IS/2 plus IS/XL/2. ഇതിനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് VS is equal to V1 plus IS vector into Z/2 vector V1 plus vector IS into R/2 plus JXL/2. ഈ Z/2നെയാണ് നമ്മൾ R/2 plus JXL/2 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ നോമിനൽ T മെത്തേഡ്. The third one is nominal pi method. Here the capacitance of each conductor is divided into two halves, one half being left at the sending end and the other half at the receiving end. ഇവിടെ നമ്മൾ രണ്ട് സൈഡിൽ, അതായത് ഈ റെസിസ്റ്ററിന്റെയും ഇൻഡക്ടറിന്റെയും രണ്ട് സൈഡിലായിട്ട് നമ്മൾ രണ്ട് കപ്പാസിറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. C/2 ഹാഫ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് C/2. അതായത് ഈ സെൻഡിങ് സൈഡിലും പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഈ റിസീവിംഗ് സൈഡിലും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് C/2. അതായത് ഹാഫ് ആയിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡിവൈഡ് ഇൻടു ടു ഹാഫ്സ്, വൺ ഹാഫ് ബീങ് ലെഫ്റ്റ് അറ്റ് ദ സെൻഡിങ് എൻഡ് ആൻഡ് അതർ എന്ന് വെച്ചാൽ നമ്മുടെ റിസീവിംഗ് എൻഡിൽ. ദി കപ്പാസിറ്റൻസ് അറ്റ് ദ സെൻഡിങ് എൻഡ് ഹാസ് നോ എഫക്ട് ഓൺ ദ ലൈൻ ഡ്രോപ്പ്. ഈ കപ്പാസിറ്റൻസിന് നമ്മുടെ സെൻഡിങ് എൻഡിൽ പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നുമില്ല. ബട്ട് ഇറ്റ്സ് ചാർജിങ് കറന്റ് മസ്റ്റ് ബി ആഡഡ് ടു ദ ലൈൻ കറന്റ് ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ദ ടോട്ടൽ സെൻഡിങ് എൻഡ് കറന്റ്. നമുക്ക് ഈ ടോട്ടൽ സെൻഡിങ് എൻഡ് കറന്റ് IS കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഈ ചാർജിങ് കറന്റ് നമ്മുടെ ലൈൻ കറന്റുമായിട്ട് ആഡ് ചെയ്യും. കാരണം IS ഇങ്ങോട്ടേക്ക് സ്പ്ലിറ്റ് ആവുന്ന IC ടു IL. സോ നമുക്ക് ഈ ടോട്ടൽ സെൻഡിങ് എൻഡ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചാർജിങ് കറന്റിനെ ലൈൻ കറന്റുമായിട്ട് ആഡ് ചെയ്യും. ദെൻ ഇവിടുത്തെ IR എന്ന് പറഞ്ഞാൽ എന്താ? ലോഡ് കറന്റ് പെർ ഫേസ് ആണ്. റെസിസ്റ്റർ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ R is equal to നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് പെർ ഫേസ് ആണ്. XL എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് പെർ ഫേസ് ആണ്. C എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് പെർ ഫേസ് ആണ്. cos ∅r എന്ന് പറഞ്ഞാൽ റിസീവിംഗ് ആൻഡ് പെർ ഫാക്ടർ ആണ്. ഹിയർ ദാറ്റ് ഈസ് ലാഗിങ് ആണ് ഇവിടെ. ദെൻ VS is equal to സെൻഡിങ് ആൻഡ് വോൾട്ടേജ് പെർ ഫേസ്. Nominal pi method, അതിന്റെ phasor diagram and then its explanation. Okay, here PR is taken as the reference phasor. PR reference phasor, that is marked as OA. OA നമ്മൾ മാർക്ക് ചെയ്തു. റെഫറൻസ് ഫേസർ VR നമ്മൾ OA എന്ന് മാർക്ക് ചെയ്തു. Then ഇൻഡക്ടറിന്റെ എഫക്റ്റ് ഉണ്ടായതുകൊണ്ട് IR നമ്മുടെ എന്തിനെ ലാഗ് ചെയ്തു? നമ്മുടെ വോൾട്ടേജ് VR-നെ ലാഗ് ചെയ്തു ബൈ ആൻ ആംഗിൾ ∅r. ഓക്കെ, IR വോൾട്ടേജിന് ലാഗ് ചെയ്തു ബൈ ആൻ ആംഗിൾ ∅r. ഓക്കെ, ദെൻ ചാർജിങ് കറന്റ് ദാറ്റ് ഈസ് IC1 നമ്മുടെ വോൾട്ടേജ് VR-നെ 90 ഡിഗ്രി ലീഡ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് IC1. ഓക്കെ, അപ്പം IL എന്ന് പറയുന്നത് ഏതിന്റെയൊക്കെ ഫേസർ സം ആണ്? ഫേസർ സം ഓഫ് IC1 ആൻഡ് IR. IL is the phasor sum of IC1 and IR. Then resistive voltage drop, that is A to B നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നു. റെസിസ്റ്റീവ് ലോഡിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ദാറ്റ് ഈസ് A to B നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് എന്താണ്? ILR. V is equal to IR. ഇവിടെ റെസിസ്റ്റർ R ആയതുകൊണ്ട് ILR. റെസിസ്റ്റീവിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് A to B മാർക്ക് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് ILR. ദെൻ B പോയിന്റിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ എന്ത് മാർക്ക് ചെയ്തു? ILXL.
ഇതെന്താണ് നമ്മുടെ ഇൻഡക്റ്റീവ് ആൻഡ് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ദാറ്റ് ഈസ് IL/XL അല്ലേ. ഈ ബി പോയിന്റിൽ നിന്ന് 90 ഡിഗ്രി എടുത്ത് IL/XL. ദെൻ ഇതിന്റെ റിസൾട്ട് എന്താണ് നമ്മൾ VS മാർക്ക് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് O2C. ഓക്കെ. ദെൻ ഈ ചാർജിങ് കറണ്ട് IC ടു നമ്മുടെ ഈ VSനെ എന്ത് ചെയ്യും ലീഡ് ചെയ്യും. അതിന്റെ റിസൾട്ടന്റ് ആണ് IS. ഓക്കെ. ദെൻ ഈ VSും ഈ ISും ഈ ISും തമ്മിലുള്ള ആംഗിൾ ϕS ആണ്. ആൻഡ് അതേപോലെ ഈ VRും ഈ IRും തമ്മിലുള്ള ആംഗിള് ϕR ആണ്. ഓക്കെ. ഒന്നുകൂടി പറയാം. ഈ ആദ്യം നമ്മൾ VR റെഫറൻസ് വോൾട്ടേജ് റെഫറൻസ് ഫേസിൽ VR ദാറ്റ് ഈസ് മാർക്ക്ഡ് ആസ് OA. ദെൻ IR VRനെ ϕR ലാഗ് ചെയ്ത് വരച്ചു ϕR. ദെൻ IC1 ചാർജിങ് കറണ്ട് IC1 VRനെ ലീഡ് ചെയ്യും ബൈ ആൻ ആംഗിൾ 90. അത് നമ്മൾ ഇവിടോട്ട് വരച്ചു. ഓക്കെ. ഈ ILR ദെൻ ഈ IL എന്ന് പറയുന്നത് ഇസ് ദ ഫേസ് സം ഓഫ് IC1 ആൻഡ് എന്ത് IR ആണ്. ഓക്കെ. ദെൻ റെസിസ്റ്റീവ് വോൾട്ടേജ് ഡ്രോപ്പ് ILR അതിന് എന്താണ് പാരലായിട്ട് നമ്മൾ IL വരച്ചു. ദെൻ ഈ പി പോയിന്റിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ എടുത്ത് IL/XL വരച്ചു. അതിന്റെ റിസൾട്ടന്റ് ആണ് VS. ദെൻ IC2 ചാർജിങ് കറണ്ട് IC2 VSനെ ലീഡ് ചെയ്ത് വരയ്ക്കും. ദെൻ അതിന്റെ റിസൾട്ടന്റ് ആണ് IS. ഓക്കെ. ദെൻ ഈ ISും ഈ VSും തമ്മിലുള്ള ആംഗിൾ ആണ് ϕS. ആൻഡ് ഈ VRും ഈ IRും തമ്മിലുള്ള ആംഗിൾ ആണ് ϕR. The VR is taken as a reference. ഇവിടെ പറഞ്ഞു VR is taken as reference. So rectangular formula represent ചെയ്യുമ്പോൾ vector VR is equal to VR plus J0. Then load current IR എന്ന് പറയുന്നത് എന്താണ് രണ്ട് ടേമിന് കോസിന്റെയും സൈനിന്റെയും ദാറ്റ് ഈസ് I is equal to IR cos ϕR minus J sin ϕR. Then charging current at a load end is that is IC1 is equal to J omega. C ക്ക് പകരം എന്താ C/2 അല്ലേ. C/2 vector VR. ഒമേഗയ്ക്ക് പകരം 2πf സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് J/FC vector VR കിട്ടും. ദെൻ ലൈൻ കറണ്ട് IL എന്ന് പറയുമ്പോൾ ഏതിൻ്റെയൊക്കെ ഫേസസ് സമ്മാണ് vector IL is equal to vector IR plus vector IC1 that is equal to ഇവിടെ എഴുതിയിരിക്കുന്നത് vector IR plus vector IC1. vector IL എന്ന് പറയുമ്പോഴത്തേക്ക് IRന്റെയും IC1ന്റെയും ഫേസസ് സമാണ്. അതേപോലെ vector IS എന്ന് പറഞ്ഞാൽ IC2ന്റെയും INന്റെയും ഫേസസ് സമാണ്. Then sending in voltage that is vector VS is equal to ഈ vector VS എന്ന് പറയുന്നത് എന്താ നമുക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും. vector VR plus IL Z vector അല്ലേ. IL Z vector എന്ന് പറയുമ്പോൾ ILR plus IL/XL that is equal to VR plus IL into Z ന് പകരം എന്താ R plus JXL. Then charging current at the sending in voltage that is IC2 is equal to J omega. C ക്ക് പകരം C/2 vector VS that is equal to J/FC vector VS. Then sending in current IS is equal to IL plus IC2. IS is equal to this vector IL plus this IC2. ഇതാണ് നോമിനൽ പൈ മെത്തേഡ്. അതും അതിന്റെ ഫേസർ ഡയഗ്രാം.